ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോണത് എൻ്റെ വീട്ടിലുണ്ടായ അല്ലറ ഐറ്റംസാണ്. അപ്പോൾ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നിറച്ചിങ്ങനെ പൂത്ത് പൊളിച്ച് നിൽക്കുന്ന നമ്മുടെ ഇരുമ്പമ്പുളി. വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ ഒരു വില ഉണ്ടാവാത്ത സാധനമാണിത്. ഗൈസ് ഇതായി കിടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ പറിക്കാറൊന്നുമില്ല. നല്ല പുളിയാണ് ഗൈസ്. ഒരെണ്ണം കഴിക്കണമെങ്കിൽ തന്നെ കുഞ്ഞിത് നോക്കിയെടുത്ത് കഴിക്കണം. കുഞ്ഞിതായാലും കുഴപ്പമില്ല, വലുതാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. അമ്മാതിരി പുളിയാണ് കേട്ടോ, കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പോകുമ്പോൾ പിന്നെയും കാണുന്നത് പാവക്കയാണ് ഗൈസ്. കുറച്ച് പാവക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ചീത്തയായി ഗൈസ്, ചിലതൊക്കെ മഞ്ഞ കളറാവുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്, വലുതായിട്ടില്ല, പൊട്ടിക്കാനായിട്ടില്ല ഗൈസ്. എല്ലാം കുഞ്ഞിതാണ്, അപ്പോൾ പൊട്ടിക്കാനാവണം ഗൈസ്. പാവക്ക പടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇങ്ങനെ പടർന്ന് അവിടെ കയറി പോകുന്നുണ്ട്. ഇനി വല വെച്ച് കൊടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോണത് കാന്താരി മുളകാണ് ഗൈസ്. മിക്ക വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡ് ഉണ്ടായിട്ടു ഗൈസ്, നല്ലോണം റെഡ് ഉണ്ടായി. ബട്ട് നമ്മളതൊക്കെ പൊട്ടിച്ചു ചമ്മന്തിയൊക്കെ വെച്ചാറിന്. ഇപ്പോൾ റെഡൊന്നും കാണില്ല. പിന്നെ ഗൈസ് നിറച്ച് പച്ചപ്പാണ്, ബാക്ക്ഗ്രൗണ്ട് കണ്ടു, പച്ചപ്പാണ്. പിന്നെ നമുക്ക് എൻ്റെ പൊക്കമുള്ളൊരു ഇതുണ്ട്, പേരക്ക മരം. എൻ്റെ പൊക്കത്തിനേക്കാളും കുറച്ചും കൂടി ഉണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് വലുതായിട്ടില്ല. പിന്നെ ഗൈസ് നമുക്ക് 2 റംബുട്ടാനുണ്ട്. കുഞ്ഞിതാണ് ഗൈസ്, ഒരെണ്ണവേ രണ്ടെണ്ണമുണ്ട് ഗൈസ്. കുഞ്ഞി റംബുട്ടാനാണ് ഗൈസ്. എൻ്റെ അനിയൻ നട്ടാണ്. ഇതെപ്പോൾ വളരുമെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ അതെ എൻ്റെ ഉമ്മിച്ചിയുടെയാണ്, അറിയാലോ, കറിവേപ്പില. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെറിയൊരു പൂന്തോട്ടം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.